ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം ശ്രീമദ് മഹാഭാഗവതം പഞ്ചമസ്കന്ധം പ്രഥമോധ്യായഃ. പഞ്ചമസ്കന്ധത്തിലെ ഒന്നാമത്തെ അധ്യായം. കഴിഞ്ഞ അധ്യായം അവസാനിപ്പിക്കുമ്പോൾ തന്നെ പറയാൻ പോകുന്നത് പ്രിയവ്രതന്റെ കഥയാണ് എന്ന് പറഞ്ഞിരുന്നു. രാജ ഉവാച, പരീക്ഷിത് രാജാവ് പറയുകയാണ്. ഒന്നാമത്തെ ശ്ലോകം. പ്രിയവ്രതഃ പ്രിയവ്രതോ ഭാഗവതഃ ആത്മാരാമ കഥം മുനെ ഗൃഹേ അരമത. ഗൃഹേ അരമത യന്മൂല കർമ്മബന്ധ പരാഭവഃ. ഹേ മുനെ, അല്ലയോ ബ്രഹ്മർഷേ, ഭാഗവതഃ ഭഗവത് ഭക്തനും ആത്മാരാമഃ ഭക്തൻ മാത്രമല്ല ഉയർന്ന ജ്ഞാനസ്ഥിതിയിലിരുന്ന് ആത്മസ്വരൂപത്തിൽ രമിക്കുന്നവനുമായിരുന്ന പ്രിയവ്രതഃ പ്രിയവ്രതൻ പിന്നീട് സന്യാസത്തിലേക്ക് പോകാതെ എന്തുകൊണ്ടാണ്, യന്മൂലഃ യാതൊരു കാരണം കൊണ്ടാണ്, കർമ്മബന്ധഃ എന്ത് ഭക്തി ഉണ്ടെന്ന് പറഞ്ഞാലും ഗൃഹസ്ഥാശ്രമത്തിലിരുന്നാൽ കർമ്മത്താലുള്ള ബന്ധം സംഭവിക്കും. അങ്ങനെ കർമ്മബന്ധത്തെ ഉണ്ടാക്കുന്നതും കർമ്മബന്ധഃ പരാഭവഃ. അങ്ങനെ വരുമ്പോൾ തന്നെ അതുവരെ നേടിയെടുത്ത ആ ജ്ഞാനസ്ഥിതിക്ക് ഒരു തിരസ്കാരം സംഭവിക്കും. അത് മറന്നു പോകാൻ സാധ്യതയില്ലേ? അങ്ങനെയുള്ള ഗൃഹസ്ഥവൃത്തിയിൽ വീണ്ടും എങ്ങനെ, കഥം അരമത ആസക്തനായി. സാധാരണയായി ജ്ഞാനികൾക്ക് വീണ്ടും ഒരു ഗൃഹസ്ഥാശ്രമത്തിനൊരു താല്പര്യം ഉണ്ടാകാറില്ല. ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്ന് കർമ്മബന്ധത്തിൽ നിന്നൊക്കെ വിമുക്തി നേടിക്കഴിയുമ്പോഴാണ് ജ്ഞാനം ലഭിക്കുന്നത്. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണല്ലോ ഞാൻ കേട്ടത്. അതെന്തുകൊണ്ടാണ്? രണ്ടാമത്തെ ശ്ലോകം. ന നൂനം മുക്തസംഗാനാം താദൃശാനാം ദ്വിജർഷഭ ഗൃഹേഷു അഭിനിവേശഃ അയം. ഗൃഹേഷു അഭിനിവേശോയം പുംസാം ഭവിതുമർഹതി. ഹേ ദ്വിജർഷഭ, അല്ലയോ ബ്രാഹ്മണശ്രേഷ്ഠ, മുക്തസംഗാനാം എല്ലാ ശക്തിയും ആസക്തിയും വിട്ടവനായിട്ടുള്ള, മുക്തസംഗാനാം വിഷയാസക്തി കൈവിട്ട്, താദൃശാനാം ഇപ്പോൾ പറഞ്ഞ പ്രിയവ്രതനെ പോലെയുള്ള പുംസാം പുരുഷന്മാർക്ക് അല്ലെങ്കിൽ ആളുകൾക്ക്, ഗൃഹേഷു പിന്നീട് ഗൃഹവൃത്തികളിൽ, അയം അഭിനിവേശഃ ഇത്തരത്തിലുള്ള ആസക്തി, നൂനം ഭവിതും തീർച്ചയായും ഉണ്ടാകുവാൻ അർഹതി ഒരു സാധ്യതയുമില്ല. എന്നിട്ടും അദ്ദേഹം ഗൃഹസ്ഥവൃത്തിയിലേക്ക് പോയി എന്ന് പറയുന്നത് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പൊതുവെ ജ്ഞാനം നേടിയാൽ പോലും കുടുംബത്തോട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ജീവിതത്തോട് ആസക്തി തോന്നാതെ ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുമോ? എനിക്ക് സംശയമാണ് എന്ന രീതിയിൽ വീണ്ടും പറയുന്നു. മൂന്നാമത്തെ ശ്ലോകം. മഹതാം ഖലു വിപ്രർഷേ ഉത്തമ ശ്ലോകപാദയോഹോ ഛായാനിർവൃത ചിത്താനാം ന കുടുംബേ സ്പൃഹാമതിഹി. ഹേ വിപ്രർഷേ, ഉത്തമ ശ്ലോകപാദയോഹോ, ജ്ഞാനം നേടുക എന്ന് വെച്ചാൽ ആ ഭഗവാന്റെ തൃപ്പാദങ്ങളുടെ ഛായ, കുളിർത്തണൽ, അതിൻ്റെ ആ തണലിൽ നിർവൃത ചിത്താനാം അതിലങ്ങ് സുഖിക്കുന്ന ചിത്തത്തോടുകൂടിയവർ വീണ്ടും ഈ കർമ്മബന്ധത്തെ ഉണ്ടാക്കുന്ന ഗൃഹസ്ഥവൃത്തിയിൽ പോകുമോ? അങ്ങനെ ഭഗവാന്റെ തൃപ്പാദങ്ങളുടെ കുളിർത്തണലേറ്റ് സുഖിക്കുന്ന ചിത്തത്തോടുകൂടിയവരായ മഹാത്മാക്കൾക്ക് പിന്നെ കുടുംബേ, ഈ കുടുംബജീവിതത്തിൽ സ്പൃഹാമതിഹി ആഗ്രഹബുദ്ധി നഖലു ഉണ്ടാകുന്നതല്ലോ. പരീക്ഷത്തിന്റെ സംശയം തീരുന്നില്ല. ജ്ഞാനിയായി എന്ന് പറയുന്നു, അതേസമയം കുടുംബാസക്തനായി
ആ ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിച്ചു എന്നും പറയുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? 4-ാമത്തെ ശ്ലോകം. സംശയഃ അയം സംശയോയം മഹാൻ ബ്രഹ്മൻ ദാരാഗാര സുതാദിഷു സക്തസ്യ യത് സിദ്ധിഃ അഭൂത് യത് സിദ്ധിരഭൂത് കൃഷ്ണേ ച മതിഃ അച്യുത മതിരച്യുത. ഹേ ബ്രഹ്മൻ, ദാരാഗാര സുതാദിഷു, ഭാര്യ, ഗൃഹം, മക്കൾ തുടങ്ങിയ ലൗകികങ്ങളിൽ സക്തസ്യ, ആസക്തനായിരുന്നവന്, സിദ്ധിഹി, മോക്ഷസിദ്ധിയും, കൃഷ്ണേ, ഭഗവങ്കൽ, അച്യുതാമതിഹി, അവിടെ നിന്ന് ഇളകാത്ത ശ്രദ്ധാബുദ്ധിയും, അഭൂത്, ഉണ്ടായി എന്നത്, യത്, യാതൊന്നാണോ, അയം, ഇക്കാര്യം, മഹാൻ സംശയ, എനിക്ക് വലിയ സംശയത്തെ ഉളവാക്കിയിരിക്കുന്നു, എനിക്കിത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പരീക്ഷിത്ത് പറയുകയാണ്. ശ്രീ ശുക ഉവാച. ശുകബ്രഹ്മർഷി ഈ സംശയത്തിന് ഉത്തരം പറയുകയാണ്. 5-ാമത്തേത് ശ്ലോകമെന്നും ഗദ്യമെന്നും ഒക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു ശ്ലോകമാണ്. ബാഢം ഉക്തം. ബാഢമുക്തം ഭഗവത ഉത്തമശ്ലോകസ്യ ശ്രീമച്ചരണാരവിന്ദ മകരന്ദരസ ആവേശിതചേതസോ ഭാഗവത പരമഹംസദയിതകഥാം കിഞ്ചിത് അന്തരായ വിഹതാം സ്വാം ശിവതമാം പദവീം ന പ്രായേണ ഹിന്വന്തി. ബാഢം ഉക്തം, അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. എങ്കിലും ഉത്തമ ശ്ലോകസ്യ ഭഗവതഃ, ഉദാരകീർത്തിമാനായ ഭഗവാന്റെ ശ്രീമച്ചരണാരവിന്ദ മകരന്ദരസേ, ആ തൃപ്പാദകമലത്തിലുള്ള പൂന്തേനാകുന്ന, അരവിന്ദത്തിലെ മകരന്തം പൂന്തേനാകുന്ന രസേ, രസത്തിൽ ആവേശിത ചേതസഹ, ഒരിക്കൽ ചിത്തം പ്രവേശിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ കഴിഞ്ഞവർ, ഭാഗവത പരമഹംസ ദയിത കഥാം, ഭാഗവത ഭക്തന്മാരാകുന്ന പരമഹംസങ്ങൾക്ക്, അതായത് ആത്മാരാമന്മാർക്ക്, ദയിതം എന്ന് വെച്ചാൽ ഇഷ്ടനായിട്ടുള്ള ശ്രീവാസുദേവന്റെ കഥാം, കഥയാകുന്ന, ശിവതമാം, അത്യന്തം വിശുദ്ധമായ, സ്വാം പദവീം, തൻ്റെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യത്തെ, കിഞ്ചിത് അന്തരായ വിഹതാം അപി, ഏതെങ്കിലും ഒരു വിധത്തിൽ ആ വഴിക്കൊരു മാർഗവിഘ്നം സംഭവിച്ചാൽ പോലും, പ്രായേണ, സാധാരണയായി മിക്കവാറും ആളുകൾ ന ഹിന്വന്തി, ആ വഴി അങ്ങനെ അങ്ങ് ഉപേക്ഷിക്കാറില്ല. ചില ആളുകൾക്ക് സന്യാസത്തിലേക്ക് പോയിട്ട് തിരിച്ച് ഗൃഹസ്ഥാശ്രമത്തിൽ വരേണ്ടതായിട്ടുണ്ട്. അത് പലരുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ശ്രീരാമകൃഷ്ണ പരമഹംസർ യോഗിയായിരുന്നു, പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിന് വിവാഹ ജീവിതവും വേണ്ടി വന്നു. ഇങ്ങനെ വന്നവർ പൊതുവെ തങ്ങളുടെ ലക്ഷ്യത്തെ അങ്ങനെ അങ്ങ് വിട്ടുകളയാറില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ഗൃഹസ്ഥാശ്രമ പ്രവേശം ഉണ്ടായത് എന്നത് 6-7 ശ്ലോകങ്ങളിലായിട്ട് പറയുകയാണ്. അതും ഒരു ഗദ്യരൂപത്തിലുള്ള ശ്ലോകമാണ്. യർഹി വാവ ഹ രാജൻ സഹ രാജപുത്രഃ പ്രിയവ്രതഃ പരമഭാഗവതോ നാരദസ്യ ചരണ ഉപസേവയാ അഞ്ജസാ അവഗത പരമാർത്ഥസ തത്വഃ. ചരണോപസേവയാഞ്ജസാവഗത പരമാർത്ഥസ തത്വോ ബ്രഹ്മസത്രേണ ദീക്ഷിഷ്യമാണഃ അവനിതല പരിപാലനായ ആംനാദപ്രവരഗുണ ഏകാന്ത ഭാജനതയാ. ദീക്ഷിഷ്യമാണോ അവനിതല പരിപാലനായ ആംനാദപ്രവരഗുണൈകാന്ത ഭാജനതയാ സ്വപിത്രോപാമന്ത്രിതോ ഭഗവതി വാസുദേവേ ഏവ അവ്യവധാന സമാധിയോഗേന സമാവേശിത സകല കാരക ക്രിയാകലാപോ ന യേവ അഭിനന്ദതി യദി അപി.
നൈവ അഭ്യനന്ദദ്യപി തത് അപ്രത്യാംനാതവ്യം തദപ്രത്യാംനാതവ്യം തദധികരണ ആത്മനഃ അന്യസ്മാത് അസതഃ അപി ആത്മനോ അന്യസ്മാദസതോപി പരാഭവം അന്വീക്ഷമാണഃ പരാഭവമന്വീക്ഷമാണഃ. ഏഴാമത്തെ ശ്ലോകം. അഥഃ ഭഗവാൻ ആദിദേവഃ ഭഗവാൻ ആദിദേവ ഏതസ്യ ഗുണവിസർഗസ്യ പരിബൃംഹണ അനുധ്യാന വ്യവസിത സകല ജഗദഭിപ്രായ പരിബൃംഹണാനുധ്യാന വ്യവസിത സകല ജഗദഭിപ്രായ ആത്മയോനിഃ അഖില നിഗമ നിജഗണ പരിവേഷ്ടിതഃ ആത്മയോനിരഖില നിഗമ നിജഗണ പരിവേഷ്ടിതഃ സ്വഭവനാത് അവതതാര സ്വഭവനാത് അവതതാര. ഹേ രാജൻ, പരീക്ഷിത്ത് രാജാവേ, പരമഭാഗവതഃ ഉത്തമ ഭഗവത് ഭക്തനായിരുന്ന സഹ രാജപുത്രഃ പ്രിയവ്രതഃ സ്വയംഭുവ മനുവിന്റെ പുത്രനായ പ്രിയവ്രതൻ നാരദസ്യ ചരണോപസേവയാ ഭഗവാൻ ശ്രീ നാരദന്റെ പാദശുശ്രൂഷയാൽ അഞ്ജസ അനായാസേന അവഗത പരമാർത്ഥസത്വഃ തന്റെ ഗുരുവിന്റെ പാദസേവയാൽ തന്നെ അദ്ദേഹത്തിന് ആത്മജ്ഞാനത്തെക്കുറിച്ചുള്ള യഥാർത്ഥ ബോധ്യം ഉണ്ടായി എന്നാണ്. അങ്ങനെയുള്ള ആ പ്രിയവ്രതൻ ബ്രഹ്മസത്രേണ, ബ്രഹ്മസത്രം എന്നാൽ എന്താണെന്ന് പ്രചേതസ്സുകളുടെ കഥയിൽ പറഞ്ഞു. അതായത് അവനവന്റെ ഉള്ളിലെ ആ ആത്മതത്വത്തെ മനനം ചെയ്യുക, അതാണ് ബ്രഹ്മസത്രം. അങ്ങനെ ആത്മധ്യാനത്തോടെ ദീക്ഷിഷ്യമാണഃ, അതേ നിഷ്ഠയിൽ, ദീക്ഷയെടുക്കുക എന്നാൽ നിഷ്ഠയോടുകൂടെ അങ്ങനെ തന്നെ ജീവിക്കാൻ ഉദ്യമിച്ചുകൊണ്ടിരിക്കവേ പക്ഷേ സ്വയംഭുവ മനുവിന് മനസ്സിലായി സന്യാസിയുടെ ആ ആത്മതലത്തിലേക്ക് അല്ലെങ്കിൽ ഒരു യോഗിയുടെ തലത്തിലേക്കൊക്കെ എത്തിയെങ്കിലും ഒരു രാജാവിന് വേണ്ടുന്ന എല്ലാ ഗുണഗണങ്ങളും തികഞ്ഞ ആളാണ് തൻ്റെ മകൻ. അതാണ് ആംനാദപ്രവര ഗുണഗണൈകാന്ത ഭാജനതയാ. രാജാക്കന്മാർക്കു വേണ്ടതായി ആംനാദം എന്നാൽ ശാസ്ത്രങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്ന പ്രവര ഗുണഗണം, എല്ലാ വിശിഷ്ട ഗുണഗണങ്ങൾക്കും ഏകാന്തഭാജനതയാ, ഒരേ ഒരു ആൾ എന്ന രീതിയിൽ പ്രിയവ്രതൻ രാജാവാകുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ലക്ഷണമൊത്ത രാജാവിനെ കണ്ടുകിട്ടുകയില്ല. അതാണ് അത്രയും ശ്രേഷ്ഠ ഗുണമുള്ള ഇദ്ദേഹം അവനിതല പരിപാലനായ ഭൂതല സംരക്ഷണത്തിനായിട്ട് സ്വപിത്ര തൻ്റെ അച്ഛനായ മനുവിനാൽ ഉപാമന്ത്രിത നിയുക്തനാക്കപ്പെട്ടു എന്ന് വെച്ചാൽ പറഞ്ഞു, ഇങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. പക്ഷേ യദ്യപി തത് പ്രത്യാംനാതവ്യം തത്പ്രതി, അതായത് ആ നിർദ്ദേശത്തെ അവഗണിക്കരുതാത്തതാണ് എന്ന് അറിഞ്ഞെങ്കിലും, യദ്യപി പിതൃവാക്യത്തെ നിരസിക്കരുതാത്തതാണ് എന്നറിഞ്ഞിട്ടും ഭഗവതി വാസുദേവേ ഏവ, ഭഗവാൻ ശ്രീ വാസുദേവനിൽ മുൻപേ തന്നെ അവ്യവധാന സമാധിയോഗേന ചിത്ത ഏകാഗ്രതയാൽ സമാവേശിത സകല കാരക ക്രിയാകലാപഃ, തൻ്റെ എല്ലാ പ്രവൃത്തികളും സമസ്ത ഇന്ദ്രിയ വ്യാപാരങ്ങളും ആ ഭഗവാനിൽ സമാവേശിതം സമർപ്പിതമായി കഴിഞ്ഞിരുന്ന ആ അദ്ദേഹം പ്രിയവ്രതൻ തദധികരണേ, ആ രാജ്യാധികാര സ്വീകരണത്തിൽ അസതഃ അപി മിഥ്യാഭൂതമെന്നിരിക്കലും, അതായത് ഇതൊക്കെ ഒരു മായാലോകമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. രാജ്യഭാരം സ്വീകരിച്ചാലും ഇല്ലെങ്കിലും എല്ലാം ഒരുപോലെ തന്നെയാണ്. എങ്കിലും അതിലങ്ങോട്ട് ഏർപ്പെട്ടാൽ, നമ്മൾ ഒരു കാര്യം ചെയ്യാൻ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത്രയും ആത്മാർത്ഥതയോടെ ചെയ്യണം. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഗുണങ്ങളുള്ളവർക്ക് അങ്ങനെയാണ്. അങ്ങനെ ചെയ്താൽ അന്യസ്മാത്, താൻ എത്തി നിൽക്കുന്ന ആ സ്ഥിതിയിൽ നിന്ന് ആത്മനഃ പരാഭവം, തനിക്ക് നേരിടാവുന്ന ആ ആത്മീയ പരാജയത്തെ അന്വിക്ഷമാണഃ ചിന്തിച്ചതിനാൽ നൈവ അഭ്യനന്ദത്,
അച്ഛൻ്റെ ആ നിർദ്ദേശത്തെ സ്വീകരിക്കാൻ മനസ്സ് കാണിച്ചില്ല. അദ്ദേഹം അതിനെ നിഷേധിച്ചു. എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ യർഹിവാവഹ, എപ്പോഴാണോ ഈ വിഷമസന്ധി വന്നത്, അധോഹ, അന്നേരത്ത് ഏതസ്യ ഗുണവിസർഗസ്യ, ഈ ത്രിഗുണാത്മക പ്രപഞ്ച സൃഷ്ടിയുടെ പരിബൃംഹണ അനുധ്യാന വ്യവസിത സകല ജഗത് അഭിപ്രായ. പരിബൃംഹണം എന്നാൽ ആ ത്രിലോകത്തിൻ്റെയും വളർച്ചയെ കുറിച്ചുള്ള അനുധ്യാനം, ത്രിഗുണാത്മക പ്രപഞ്ച സൃഷ്ടിയുടെ ആ വളർച്ചയെ കുറിച്ചുള്ള അനുധ്യാനം, നിരന്തര വിചാരത്താൽ വ്യവസിത സകല ജഗത് അഭിപ്രായ, ഈ സകല ലോക അഭിപ്രായത്തോടു കൂടിയിരിക്കുന്ന, അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള, ഈ സൃഷ്ടിയുടെയൊക്കെ കാരണഭൂതനായിരിക്കുന്നത്, പ്രത്യക്ഷത്തിൽ കാരണഭൂതനായിരിക്കുന്നത് ബ്രഹ്മാവാണ്. ആ ബ്രഹ്മാവിനറിയാം ഭാവിയിൽ എന്താണ് സംഭവിക്കേണ്ടത് എന്ന്. അങ്ങനെ അറിയാവുന്ന ആദിദേവ, ആദിദേവനും ഭഗവാൻ ആത്മയോനിഹി, സ്വയംഭൂജാതനായിട്ടുള്ള ബ്രഹ്മാവ്, അഖില നിഗമ നിജഗണ പരിവേഷ്ടിത. സ്വയംഭുവമനു പറഞ്ഞാൽ മാത്രം അനുസരിക്കില്ല എന്ന് മനസ്സിലായിട്ട് അഖില നിഗമം, സമസ്ത വേദമൂർത്തികളാലും നിജഗണം, തൻ്റെ ചുറ്റിലുമുള്ള തൻ്റെ മക്കൾ തന്നെയായിട്ടുള്ള മരീചി തുടങ്ങിയ ഗണപരിവേഷ്ടിതം, അനുചര വൃന്ദങ്ങളാലും പരിവൃതനായിട്ട് സ്വഭവനാത്, തൻ്റെ വാസസ്ഥാനമായിട്ടുള്ള ആ സത്യലോകത്തിൽ നിന്നും പതുക്കെ താഴേക്ക് അവതതാര, ഇറങ്ങി വന്നു. സ്വയംഭുവമനു പറഞ്ഞ നിർദ്ദേശത്തെ പ്രിയവ്രതൻ അത് സ്വീകരിക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ, ഭാവി കണ്ടറിഞ്ഞ, ഭാവിയിൽ ഇതാണ് സംഭവിക്കേണ്ടത് എന്നറിയാവുന്ന ബ്രഹ്മദേവൻ സ്വയമേവ സത്യലോകത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നു. 8ാമത്തെ ശ്ലോകം. സഹ തത്ര തത്ര ഗഗനതല ഉടുപതിഃ ഇവ, ഉടുപതിരിവ വിമാനാവലിഭിഃ അനുപഥം അമരപരിവൃഢൈഃ അഭിപൂജ്യമാനഃ. വിമാനാവലിഭിരനുപഥം അമരപരിവൃഢൈരഭിപൂജ്യമാനഃ പഥി പഥി വരൂധശഃ സിദ്ധഗന്ധർവസാധ്യചാരണ മുനിഗണൈഃ ഉപഗീയമാനോ. മുനിഗണൈരുപഗീയമാനോ ഗന്ധമാദനദ്രോണീം അവഭാസയൻ ഉപസസർപ്പ. ഗന്ധമാദനദ്രോണീം അവഭാസയൻ ഉപസസർപ്പ. സഹ, ആ ബ്രഹ്മദേവൻ, ഗഗനതലേ, ആകാശത്തിൽ, ഉടുപതിഃ ഇവ, നക്ഷത്രനാഥനായ ചന്ദ്രനെപ്പോലെ അങ്ങനെ പരിലസിച്ചു. മാത്രമല്ല ആ സത്യലോകത്തിൽ നിന്ന് വരുന്ന വഴി തന്നെ വിമാനാവലിഭിഃ, വിമാനത്തിൽ വന്നു ചേർന്ന, എല്ലാവർക്കും അവരവരുടേതായ യാത്രാ സൗകര്യങ്ങളുണ്ട്. അതിലാണ് ഇന്ദ്രാദിദേവന്മാർ വന്ന് ബ്രഹ്മാവിനെ സ്വീകരിക്കുന്നത്. അങ്ങനെ അനുപഥം, വഴിനീളെ അമരപരിവൃഢൈഃ, ഇന്ദ്രാദിദേവഗണോത്തമന്മാരാൽ അഭിപൂജ്യമാനഃ, സംപൂജ്യമാനനായും, തത്ര തത്ര പഥി പഥി, അതാതിടത്ത് ഓരോ മാർഗത്തിൽ വെച്ച് ഓരോരോ ലോകത്തിൽ എത്തിച്ചേരുമ്പോൾ ആ ലോകത്തിലുള്ള വരൂധശഃ, സംഘം സംഘമായി ചേർന്നുള്ള സിദ്ധന്മാർ, ഗന്ധർവന്മാർ, സാധ്യന്മാർ, ചാരണന്മാർ, മുനിമാർ, ഇങ്ങനെയുള്ളവരാൽ ഉപഗീയമാനഃ, വാഴ്ത്തപ്പെട്ടുകൊണ്ട്, ഗന്ധമാദന ദ്രോണീം, ഗന്ധമാദന പർവ്വതത്തിൻ്റെ ആ ദ്രോണീം എന്നാൽ ഗുഹാന്തരത്തെ അവഭാസയൻ, പ്രശോഭിപ്പിച്ചുകൊണ്ട് അവിടെ വന്നു ചേർന്നു. അപ്പോൾ ബ്രഹ്മാവ് വന്നു നിന്നത് ഗന്ധമാദന പർവ്വതത്തിൻ്റെ ആ ഗുഹാന്തരത്തിലാണ്. എന്തുകൊണ്ടാണ് ഗന്ധമാദന പർവ്വതത്തിൻ്റെ ഗുഹയിൽ വന്നത്? അവിടെ വെച്ചായിരുന്നു നാരദ മഹർഷി പ്രിയവ്രതന് ആത്മോപദേശം ചെയ്തുകൊണ്ടിരുന്നത്. അതാണ് 9ാമത്തെ ശ്ലോകം. തത്ര ഹവാ യേനം ദേവർഷിഃ ഹംസയാനേന, ദേവർഷിർ ഹംസയാനേന പിതരം ഭഗവന്തം ഹിരണ്യഗർഭം ഉപലഭമാനഃ. ഹിരണ്യഗർഭമുപലഭമാനഃ സഹസാ ഏവ ഉത്ഥായ അർഹണേന
सहसैव उत्थायार्हणेन सह पिता पुत्राभ्याम् अवहित अंशलिः उपतस्थे पिता पुत्राभ्याम् अवहिताञ्जलिरुपतस्थे അവിടെ ആ ഗുഹാന്തരത്തിൽ തത്രഹവൈ അവിടെ അപ്പോൾ ഉണ്ടായിരുന്ന ദേവർഷിയായ നാരദൻ ഏനം ഭഗവന്തം ഈ ആഗതനായിരിക്കുന്ന ദേവൻ തൻ്റെ പിതരം അച്ഛനായ ഹിരണ്യഗർഭ. അപ്പോൾ ഹിരണ്യഗർഭം എന്ന് വെച്ചാൽ ബ്രഹ്മാവാണെന്ന് അറിഞ്ഞു. എങ്ങനെ അറിഞ്ഞു? അദ്ദേഹത്തിൻ്റെ വാഹനമായ ഹംസത്തെ കണ്ടിട്ട്. ഹംസയാനേന ഉപലഭമാനഃ, ഹംസവാഹനം വന്നു നിന്നപ്പോൾ ഇത് തൻ്റെ അച്ഛനാണ് വന്നത് എന്നറിഞ്ഞ്, അപ്പോൾ അതേ സമയത്ത് തന്നെയാണ് സ്വയംഭുവ മനു പ്രിയവ്രതനോട് രാജാവാകണം എന്ന കാര്യം പറയാൻ അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ അവർ രണ്ടുപേരോടും പിതാപുത്രാഭ്യാം എന്ന് വെച്ചാൽ ഇവിടെ അച്ഛനായ സ്വയംഭുവ മനുവിനോടും മകനായ പ്രിയവ്രതനോടും സഹ കൂടെ അവഹിത അഞ്ജലിഹി അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ബ്രഹ്മാവിനെ തൊഴുത് സഹസായേവ ഉത്ഥായ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് അർഹണേന ഉപതസ്ഥേ അർഹമായ യഥാവിധി അദ്ദേഹത്തിന് എങ്ങനെയൊക്കെ ഉപചാരം അർപ്പിക്കണമോ അങ്ങനെയൊക്കെ ഉപചാരം അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ സ്തുതിച്ചു. 10ാമത്തെ ശ്ലോകം. ഭഗവാൻ അപി ഭാരത തദ് ഉപനീത അർഹണഃ തദുപനീത അർഹണ സൂക്തവാക്യേന അതിതര ആമുദിത ഗുണഗണ അവതാര സുജയഃ. സൂക്തവാക്യേന അതിതരാമുദിത ഗുണഗണാവതാര സുജയഃ പ്രിയവ്രതം ആദിപുരുഷഃ തം പ്രിയവ്രതമാദിപുരുഷസ്തം സദയഹാസാവലോക ഇതി ഹ ഉവാച. ഹേ ഭാരത പരീക്ഷിത്തെ, ഭഗവാൻ ആദിപുരുഷഃ അപി ആദിപുരുഷനായ ജ്ഞാനൈശ്വര്യാദി സമ്പന്നനുമായിട്ടുള്ള ബ്രഹ്മദേവനാകട്ടെ തത് ഉപനീത അർഹണഃ, തത് എന്നാൽ ആ നാരദ മുനിയാൽ ഉപനീതം സമർപ്പിക്കപ്പെട്ട അർഹണഃ ഉപചാരത്തോടു കൂടിയവനായി സൂക്തവാക്യേന യഥോചിതമായ വചനത്താൽ അതിതരാം അത്യധികം വർണ്ണിക്കപ്പെട്ട ഉദിത ഗുണഗണാവതാര സുജയഃ ഗുണഗണങ്ങളോടും അവതാരങ്ങളോടും സർവ ഉത്കർഷങ്ങളോടും കൂടിയവനുമായി ഭവിച്ച് സദയഹാസാവലോകഃ കരുണാർദ്രമായ പുഞ്ചിരിയോടെ അവലോകനം നോക്കിക്കൊണ്ട് ഇതി ഇപ്രകാരം തം പ്രിയവ്രതം ആ പ്രിയവ്രതനോടായി ഉവാചഃ പറഞ്ഞു. തൻ്റെ പുത്രനും കൂടിയായ നാരദ മഹർഷിയുടെ യഥോചിതമായ സ്വീകരണത്തിൽ അത്യധികം സന്തുഷ്ടനായ ആ ബ്രഹ്മദേവൻ അവരുടെ മുന്നിൽ വെച്ച് തന്നെ പ്രിയവ്രതനോടായി ചില കാര്യങ്ങൾ പറയുകയാണ്. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ